നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാചകവാതക വിലവർദ്ധനവിനെതിരെയുള്ള CPM-ന്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചു. പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ യുവമോർച്ച നേതാവിന്റെ വീടിന് നേരെ ആക്രമണം. അടച്ചുപൂട്ടിയ കള്ളുഷാപ്പുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഓഫീസിന് മുന്നിൽ തൊഴിലാളികളുടെ സത്യാഗ്രഹ സമരം. വാർത്തകൾ വിശദമായി. പാചകവാതക വിലവർദ്ധനവിനെതിരെ CPM നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം വർഷത്തിൽ 9 നിന്ന് 12 ഉയർത്തിയതിനെ തുടർന്നാണ് CPM നിരാഹാര സമരം പിൻവലിച്ചത്. ഇതേ തുടർന്ന് 4 ദിവസമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിരാഹാരമനുഷ്ഠിക്കുന്ന സമര നേതാക്കൾ ശനിയാഴ്ച ഉച്ചയോടെ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ചന്ദ്രാപ്പിന്നിയിൽ നിരാഹാരമനുഷ്ഠിച്ച എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷിന് നാരങ്ങാനീര് നൽകി പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി പ്രൊഫസർ KU അരുണൻ സമരം അവസാനിപ്പിച്ചു. പെരിഞ്ഞനത്ത് നിരാഹാരമിരുന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസറിന് CPM നേതാവും ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ PK ആറുമുഖൻ നാരങ്ങാനീര് നൽകി. കയ്പമംഗലത്ത് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് EK ദേവാനന്ദനാണ് നിരാഹാരമിരുന്നത്. CPM നാട്ടിക ഏരിയ സെക്രട്ടറി PM മുഹമ്മദ് നാരങ്ങാനീര് നൽകി സമരം അവസാനിപ്പിച്ചു. പെരിഞ്ഞനം ഈസ്റ്റ് UP സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മതിലകം SI C പ്രേമാനന്ദകൃഷ്ണൻ ക്ലാസ് എടുത്തു. കിടക്കുന്നു, ഭാര്യയും കുട്ടികളും വീടിനകത്ത് കിടക്കുന്നു. 4 വർഷമായി ഈ പ്രോസസ്സ് തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ ആ ഭാര്യയോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ അകന്ന്, ഭാര്യ ഭർത്താവോ അല്ലാതെ അകന്ന് ജീവിക്കാൻ എന്താ കാരണം? അപ്പൊ ഭാര്യ പറയാ, സാറേ അയാൾക്ക് വൃത്തിയില്ല, സാറേ അയാൾ കുളിക്കില്ല. അപ്പൊ മദ്യപാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കുഴപ്പം ആരോഗ്യ പ്രശ്നം തന്നെ. ആരോഗ്യ പ്രശ്നത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ വൃത്തി നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു വ്യക്തിക്ക് അവന്റെ ശാരീരികമായിട്ടുള്ള വൃത്തി അല്ലെങ്കിൽ ശുദ്ധി അത് നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ് മദ്യപാനത്തിന്റെ ഏറ്റവും വലിയ ദോഷത. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ഇപ്പൊ എല്ലാരും തമാശക്ക് പറയും ബിവറേജിൽ ആ ക്യൂ നിൽക്കുന്നുണ്ടോ, ഒരു ബുദ്ധിമുട്ടില്ല. നേരെ റേഷൻ ഒരു മാവേലി സ്റ്റോറിലാണ് ആ ക്യൂ എങ്കിൽ അത് അടിയായി. ഇലക്ഷൻ ID കാർഡ് എടുക്കാനുള്ള ക്യൂ ആണെങ്കിൽ അടിയായി. അതേപോലെ തന്നെ ഇപ്പൊ ആധാർ കാർഡ് എടുക്കുന്നത് അടിയാണ്. എന്നാൽ ബിവറേജിന്റെ അവിടെ എല്ലാവരും സമന്മാരാണ്, ഈക്വലാണ്. അവിടെ യാതൊരു ബുദ്ധിമുട്ടും യാതൊരു തർക്കവും ഇല്ല. എല്ലാവരും വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് ആ സന്തോഷത്തിന് വേണ്ടി. യുവമോർച്ച നേതാവിന്റെ വീടിന് നേരെ ആക്രമണം നടന്നതായി പരാതി. യുവമോർച്ച കയ്പമംഗലം നിയോജകമണ്ഡലം സെക്രട്ടറിയും പടിഞ്ഞാറെ വെമ്പല്ലൂർ സ്വദേശിയുമായ മിഥുന്റെ വീടാണ് ആക്രമിക്കപ്പെട്ടത്. വീടിന്റെ ജനൽ ചില്ലുകൾ തകർത്ത നിലയിലാണ്. വീട്ടിലെ തയ്യൽ മെഷീനും അക്രമത്തിൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. വീട്ടുകാർ മതിലകം പോലീസിൽ പരാതി നൽകി. കയ്പമംഗലം കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ചോതി നക്ഷത്രം ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി സുകുമാരൻ ശാന്തിയാണ് കൊടിയേറ്റം നിർവഹിച്ചത്. തുടർന്ന് മുളയിടൽ, ദേവിക്ക് രൂപക്കളവും പാട്ടും, അത്താഴപൂജ, ശ്രീഭൂതബലി, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു. ഉത്സവത്തിന്റെ 2ാം ദിവസമായ ശനിയാഴ്ച ക്ഷേത്രത്തിലേക്ക് താലം വരവുണ്ടായി. 18ാം വാർഡിലെ സിസ്റ്റേഴ്സ് കലാഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന താലം വരവിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ഭക്തർ പങ്കെടുത്തു. Yeah.
തുടർന്ന് ഊരകം സ്വദേശി അമ്പാടി രാമചന്ദ്രൻ ആധ്യാത്മിക പ്രഭാഷണം നടത്തി. ഞായറാഴ്ച വൈകിട്ട് 6-ന് പഞ്ചായത്തിലെ 19-ാം വാർഡിലെ തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങളുടെ താലം വരവ് നടക്കും. കൊടുങ്ങല്ലൂരിൽ CPM-ന്റെ നിരാഹാര സത്യാഗ്രഹ പന്തലിന് നേരെ കരിയോയിൽ ആക്രമണം. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ KB മഹേശ്വരി നിരാഹാര സമരം നടത്തിവന്ന പന്തലിന് നേരെയാണ് ശനിയാഴ്ച പുലർച്ചെ കരിയോയിൽ പ്രയോഗമുണ്ടായത്. കരിയോയിൽ നിറച്ച പ്ലാസ്റ്റിക് കിറ്റ് സമരപ്പന്തലിന് നേരെ വലിച്ചെറിയുകയായിരുന്നു. ഈ സമയം പന്തലിൽ ഉണ്ടായിരുന്ന ചില CPM പ്രവർത്തകരുടെ ദേഹത്ത് കരിയോയിൽ തെറിച്ചു. സംഭവത്തെക്കുറിച്ച് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജില്ലാ കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിൽ ബഡ്സ് ക്ലസ്റ്റർ തല ശില്പശാല സംഘടിപ്പിച്ചു. അയൽക്കൂട്ടങ്ങൾ, ADS എന്നിവയുടെ രൂപീകരണം ചടങ്ങിൽ നടന്നു. ബഡ്സ് സ്കൂൾ റിഹാബിലിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തനം എന്ന വിഷയത്തെ ആസ്പദമാക്കി കുടുംബശ്രീ മിഷൻ തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ബിന്ദു P. വർഗീസ് ക്ലാസ് എടുത്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ P. അബ്ദുൾ മജീദ്, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PM അബ്ദുൾ ജബ്ബാർ, സാമി പട്ടരുപുരയ്ക്കൽ എന്നിവർ പ്രസംഗിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ AK സതീരത്നം, ഗുരുവായൂർ മുനിസിപ്പൽ ചെയർമാൻ, തളിക്കുളം, മുല്ലശ്ശേരി, അന്തിക്കാട്, ചാവക്കാട്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ജില്ലാതല കൂപ്പൺ നറുക്കെടുപ്പ് ചൊവ്വാഴ്ച 3 പീടികയിൽ നടക്കും. വൈകിട്ട് 6 മണിക്ക് 3 പീടിക സെന്ററിലെ EKS കോംപ്ലക്സിലാണ് നറുക്കെടുപ്പ്. തുടർന്ന് തൃശൂർ ടീം ഓഫ് ഫാന്റസി അവതരിപ്പിക്കുന്ന മെഗാ ഷോ അരങ്ങേറും. നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി ബുധനാഴ്ച 3 പീടിക ബീച്ച് റോഡിലെ KM നിസാബ് നഗറിൽ റബീഉ സംഗമം നടക്കും. ഹമദാനി മെമ്മോറിയൽ സെന്ററും SKSSF മഹ്ലറ യൂണിറ്റും സംയുക്തമായാണ് റബീഉ സംഗമം സംഘടിപ്പിക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 6-ന് മുനീർ ഹുദവി വിളയിൽ റബീഉ പ്രഭാഷണം നടത്തും. രാത്രി 8 മണിക്ക് നടക്കുന്ന റബീഉ സംഗമം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജില്ലാ പ്രസിഡന്റ് SMK തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. PA സയ്യിദ് മുഹമ്മദ് ഹാജി അധ്യക്ഷനാകും. വിവിധ ശൈലികളിലുള്ള ഖിറാഅത്ത്, നബി കീർത്തനങ്ങൾ, ഇശൽ വിരുന്ന് എന്നിവയും തുടർന്ന് നടക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.